ബാലു 5 മാസത്തിനിപ്പുറത്തേക്ക് വിധി ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ തന്നെ എത്രമാത്രം കോളിളക്കം ഉണ്ടായിരുന്നു രാജ്യത്ത്, എത്രമാത്രം രാജ്യം പ്രകമ്പനം കൊണ്ടിരുന്നു ഈ ഡോക്ടർമാരുടെ ഉൾപ്പെടെ പ്രതിഷേധങ്ങൾക്കൊടുവിൽ എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഒപ്പം തന്നെ മമതാ സർക്കാരിനെതിരെ എത്രമാത്രം വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു അതിനൊടുവിലാണ് ഇപ്പോൾ ഈ കോടതി വിധി പ്രസ്താവിക്കുമ്പോൾ ബാലു നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ പ്രതിക്ക് മറ്റു പലരുമായി ബന്ധമുണ്ട്. പശ്ചിമബംഗാൾ പോലീസിനെതിരെ വരെ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതൊക്കെ കോടതിക്ക് മുന്നിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? തീർച്ചയായും, കാരണം കോടതി വിധിയുടെ പൂർണ്ണ രൂപം നമുക്ക് ലഭ്യമായിട്ടില്ല. പക്ഷേ ഈ കോടതി വിധിയിൽ ഈ ഇരയുടെ മാതാപിതാക്കൾക്കും സുഹൃത്തുക്കൾക്കും തൃപ്തരാണോ എന്ന കാര്യത്തിൽ നമുക്ക് അവരുടെ പ്രതികരണം ഇനി ലഭ്യമാകേണ്ടതുണ്ട്. ഇന്ന് ഈ വിധി പ്രസ്താവിക്കുന്ന സിയാൽദയുടെ അഡീഷണൽ സെഷൻസ് കോടതിക്ക് മുമ്പാകെ അതിന് സമീപത്ത് ഒരു വലിയ പ്രതിഷേധ പ്രകടനം നടത്തുവാൻ വേണ്ടി ഈ ആർജികർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരും അതുപോലെ തന്നെ അവിടുത്തെ മെഡിക്കൽ വിദ്യാർത്ഥികളും ഒക്കെ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഈ വിധിയോടുള്ള പ്രതിഷേധമല്ല, മറിച്ച് അന്വേഷണം പൂർണ്ണമായിട്ടില്ല, അപൂർണമായ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് CBI കുറ്റപത്രം സമർപ്പിച്ചതെന്നും അതുകൊണ്ട് തന്നെ ഈ പൂർണ്ണമായ തോതിലുള്ള അന്വേഷണം ആവശ്യമാണ് എന്നുമാണ് ഈ മാതാപിതാക്കളും അതുപോലെ തന്നെ സുഹൃത്തുക്കളും ഈ ആർജികർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുമൊക്കെ ആവശ്യപ്പെടുന്നത്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണങ്ങൾ നമുക്ക് ലഭ്യമാകേണ്ടതായുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം CBI ഈ കേസിൽ കുറ്റപത്രത്തിന്റെ ഭാഗമായി സമർപ്പിച്ചിരുന്ന ഈ തെളിവുകൾ, ശാസ്ത്രീയമായ തെളിവുകൾ, അത് കോടതി ശരിവയ്ക്കുന്നു അല്ലെങ്കിൽ കോടതി അംഗീകരിക്കുന്നു എന്നതാണ് വളരെ സുപ്രധാനമായ കാര്യം. കാരണം ഈ കൊല ചെയ്യപ്പെട്ട മെഡിക്കൽ വിദ്യാർത്ഥിനിയുടെ ശരീരത്തിൽ നിന്ന് കിട്ടിയ പല DNA സാമ്പിളുകളും ഈ പ്രതിയായ സഞ്ജയ് റോയുടേതാണ് എന്ന് CBI ശാസ്ത്രീയമായി തെളിയിച്ചിരുന്നു. അത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ, അതുപോലെ തന്നെ DNA റിപ്പോർട്ടുകൾക്ക് പുറമെ ഫോറൻസിക് റിപ്പോർട്ടുകളും, ഈ കേസിലെ ഏറ്റവും സുപ്രധാനമായ ഫോറൻസിക് റിപ്പോർട്ടുകളും ഈ CBI ഈ വിചാരണ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നടന്ന വിചാരണയെ തുടർന്നാണ് ഇപ്പോൾ ഈ പ്രതി കുറ്റക്കാരനാണെന്ന സുപ്രധാനമായ ഉത്തരവ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 66 ദിവസം നീണ്ടുനിന്ന വിചാരണയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഉണ്ടായിരുന്നത്. 120ഓളം സാക്ഷികളായിരുന്നു ഈ കേസിൽ CBI നൽകിയിരുന്ന കുറ്റപത്രത്തിൽ ഉണ്ടായിരുന്നത്. അവരുടെ വിശദമായ വിസ്താരം ഈ കോടതിയിൽ നടന്നിരുന്നു. അതിൽ ഇരയുടെ മാതാപിതാക്കളുടേത് ഉൾപ്പെടെയുള്ള വിസ്താരം നടന്നതിന് ശേഷമാണ് ഇപ്പോൾ കോടതി ഈ പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത്. നേരത്തെ പ്രതി കോടതിയിൽ പറഞ്ഞിരുന്നത്, പ്രതിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞിരുന്നത് ഈ കേസ് കെട്ടിച്ചമച്ചതാണ് എന്നും തൻ്റെ കക്ഷി നിരപരാധിയാണ് എന്നതുമാണ്. അപൂർണമായ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ്, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മെഡിക്കൽ കോളേജിലെ ജീവനക്കാരനായിരുന്ന, അതായത് സിവിക് വോളണ്ടിയർ ആയിരുന്ന ഈ സഞ്ജയ് റോയിയെ കേസിൽ ഉൾപ്പെടുത്തിയതെന്നുമായിരുന്നു ഈ പ്രതിഭാഗം കോടതിയിൽ വാദിച്ചിരുന്നത്. പക്ഷേ ആ വാദം നിരാകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ സിയാൽദയുടെ അഡീഷണൽ സെഷൻസ് കോടതി പ്രതി കുറ്റക്കാരനാണെന്ന് എന്ന സുപ്രധാനമായ വിധി പ്രസ്താവം നടത്തിയിരിക്കുന്നത്. അക്ഷയ, ബാലു സൂചിപ്പിച്ച പോലെ തന്നെ നിലവിൽ ഇപ്പോൾ ബലാത്സംഗം ചെയ്ത് PG ഡോക്ടറായിട്ടുള്ള വിദ്യാർത്ഥിനിയെ കൊലപ്പെടുത്തി എന്നുള്ളതാണ് കേസ്. ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി എന്നുള്ള കേസാണ്. അതിനുശേഷം നടന്ന അന്വേഷണത്തെ അട്ടിമറിക്കാനുള്ള ശ്രമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നു എന്നുള്ളത് മറ്റൊരു കാര്യം. ഒപ്പം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ സ്വജനപക്ഷപാതം തരത്തിലുള്ള ആ തരത്തിൽ ഈ പ്രതി സ്വാധീനിക്കപ്പെടുകയും ആ തരത്തിൽ അന്വേഷണത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളൊക്കെ ഉണ്ട്. നിലവിൽ പ്രതി കുറ്റക്കാരനെന്ന് കണ്ടെത്തുമ്പോൾ എന്തൊക്കെ കുറ്റങ്ങൾ തെളിയുന്നുണ്ട്? അക്ഷയ, അതിനു മുമ്പ് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് നമുക്കിപ്പോൾ നൽകാനുണ്ട്. ഈ പ്രതിയുടെ ശിക്ഷ എന്തായിരിക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള കോടതിയുടെ വിധി ഉത്തരവ് തിങ്കളാഴ്ച ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ സെഷൻസ് കോടതി ജഡ്ജി വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനു മുമ്പ് ഈ പ്രതിയുടെയും അതുപോലെ തന്നെ പ്രോസിക്യൂഷന്റെയും വാദം കോടതി കേൾക്കുന്നതായിരിക്കും. ഈ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ പ്രതിക്ക് പരമാവധി ശിക്ഷ, അതായത് ക്യാപിറ്റൽ പണിഷ്മെന്റ്, വധശിക്ഷ തന്നെ നൽകണമെന്നതാണ് CBI സെഷൻസ് കോടതി ആവശ്യപ്പെട്ടത്. കാരണം ഇത് അപൂർവങ്ങളിൽ അപൂർവമായ കേസാണെന്നും അതുകൊണ്ട് തന്നെ പ്രതിക്ക് വധശിക്ഷയിൽ കുറഞ്ഞ് യാതൊരു ശിക്ഷയും പ്രതിക്ക് നൽകരുതെന്ന ഒരു ആവശ്യവുമാണ് CBI കോടതിയിൽ ഈ വാദം കേൾക്കുന്നതിനിടയിൽ ഈ വിചാരണ കാലയളവിൽ തന്നെ CBIക്ക് വേണ്ടി ഹാജരായിരുന്ന പ്രോസിക്യൂട്ടർമാർ കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നത്. ഏതായാലും പ്രതിയുടെ അഭിഭാഷകരുടെ വാദം കൂടി കോടതി ഇനി കേൾക്കുന്നതായിരിക്കും. തുടർന്ന് 20-ാം തീയതി, അതായത് തിങ്കളാഴ്ച, ഈ ശിക്ഷ സംബന്ധിച്ചുള്ള സുപ്രധാനമായ ഉത്തരവും ഈ സെഷൻസ് കോടതി ജഡ്ജി പുറപ്പെടുവിക്കുമെന്നാണ് ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. CBI ഈ കോടതിയിൽ ഫയൽ ചെയ്തിരുന്ന കുറ്റപത്രത്തിൽ ബലാത്സംഗം, കൊലപാതകം തുടങ്ങിയ നിരവധി വകുപ്പുകളായിരുന്നു ഈ പ്രതിക്കെതിരെ ചുമത്തിയിരുന്നത്. അതിലെല്ലാം തന്നെ പ്രതി കുറ്റക്കാരനാണ് എന്നാണ് കോടതി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് എന്നാണ്
കണ്ടെത്തിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും തിങ്കളാഴ്ചയായിരിക്കും ഈ പ്രതിയുടെ ശിക്ഷ സംബന്ധിച്ചുള്ള ഉത്തരവ് ഈ സിയാൽദയുടെ അഡീഷണൽ സെഷൻസ് കോടതിയിൽ നിന്ന് ഉണ്ടാകുക. അക്ഷയ. ബി ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തിങ്കളാഴ്ചയാണ് ശിക്ഷാവിധി. എന്ത് ശിക്ഷയായിരിക്കും ഈ പ്രതിക്ക് കിട്ടുക എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ടാവുക. തിങ്കളാഴ്ചയാണ് കോടതി ശിക്ഷാവിധി പ്രസ്താവിക്കുക എന്നുള്ളതാണ്. കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിൽ PG വിദ്യാർത്ഥിനിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ ഇപ്പോൾ പ്രതി സഞ്ജയ് റോയ് കുറ്റക്കാരനെന്ന് സിയാൽദോ അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തിയിരിക്കുന്നു. അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് വിധി പറഞ്ഞിരിക്കുന്നത്. 2024 ഒക്ടോബർ 9 രാജ്യത്തെ ആകെ നടുക്കിയ, രാജ്യത്തെ ആകെ പിന്നീട് പ്രതിഷേധത്തിന്റെ പ്രകമ്പനത്തിൽ കൊണ്ടെത്തിച്ചിട്ടുള്ള ഈ സംഭവം ഉണ്ടാകുന്നത്. പിന്നീട് വലിയ രീതിയിൽ ഉണ്ടാകുന്ന പ്രതിഷേധം നമ്മൾ കണ്ടു. ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധമുണ്ടായി. രാജ്യവ്യാപകമായി സ്ത്രീകളുടെ നേതൃത്വത്തിൽ രാത്രി സ്ത്രീകൾക്കും അവകാശപ്പെട്ടതാണെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് പെൺകുട്ടികളും പുരുഷന്മാരും ഒരുമിച്ച് തെരുവിലേക്ക് ഇറങ്ങിക്കൊണ്ട് പ്രതിഷേധിക്കുന്നതൊക്കെ ഒക്കെ നമ്മൾ കണ്ടു. ഇതിനിടയിലാണ് രാഷ്ട്രീയമായിട്ടുള്ള സ്വാധീനമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പ്രതി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള വലിയ വിവാദങ്ങൾ, കോളിളക്കങ്ങളൊക്കെ ഉണ്ടായതിന് പിന്നാലെയാണിപ്പോൾ 5 മാസത്തിലേക്ക് ഇപ്പുറത്തേക്ക് പ്രതി കുറ്റക്കാരനാണെന്നുള്ള ഒരു ശിക്ഷാവിധിയിലേക്ക് കോടതി എത്തുന്നത്. പ്രതിക്ക് എന്ത് ശിക്ഷ കിട്ടുമെന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. എന്തൊക്കെ കുറ്റങ്ങൾ തെളിഞ്ഞിരിക്കുന്നു എന്നും അറിയണം. ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി എന്നുള്ളതാണ് കേസ്. ഇതിൽ ആദ്യഘട്ടത്തിൽ പെൺകുട്ടിയുടെ മൃതശരീരം കണ്ടെടുക്കുന്ന ഇടത്ത് നിന്ന് ആ സമയത്ത് തന്നെ കിട്ടിയിട്ടുള്ള ശാസ്ത്രീയ തെളിവുകൾ ഉൾപ്പെടെയാണ് ഈ കേസിൽ നിർണായകമായതും.